ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൂച്ചകളുണ്ട്. നാടൻ പൂച്ചകൾ ഉണ്ട്. നാടൻ പൂച്ചകൾ ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അതിനെ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കും. അതിന് നല്ല ഫുഡൊക്കെ കൊടുക്കും. പിന്നെ അതിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും. നമുക്ക് മാത്രമല്ല, നമ്മുടെ അയൽവാസികൾക്കും ബുദ്ധിമുട്ടൊക്കെ ആവും. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ അഡോപ്ഷനൊക്കെ ആരും എടുക്കാറുമില്ല. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാവും. ഫീമെയിൽ ക്യാറ്റ്സാണ് പ്രത്യേകിച്ച് ഒരു വർഷം 3 പ്രാവശ്യം അതിന് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. 2 മുതൽ 6 കുഞ്ഞുങ്ങൾ വരെ അതിന് ഉണ്ടാകും ഒറ്റ പ്രസവത്തിൽ തന്നെ. പിന്നെ പൂച്ചകൾക്കാണ് ലൈഫ് ലോങ് ഫെർട്ടിലിറ്റി ഉണ്ട്. പിന്നെ മെയിൽ ക്യാറ്റ്സ് ആണെങ്കിലും അത് പ്രസവിക്കൊന്നും ഇല്ലെങ്കിൽ പോലും അത് പുറത്തുള്ള പൂച്ചയുടെ കൂടെ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ഇഞ്ചുറീസൊക്കെ വരുമ്പോൾ അതിനെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ അത് കറങ്ങാൻ പോകുമ്പോൾ 2-3 ദിവസം കറങ്ങാൻ പോകുമ്പോഴും നമ്മൾ അതിനെ ഓർത്ത് ഇങ്ങനെ അതിനെ അരിഷ്ടോണ്ട് നടക്കും. ഫീമെയിൽ ക്യാറ്റ്സ് ആണെങ്കിലും അതിന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ അടുത്ത വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടിടുമ്പോൾ അവരും നമ്മളോട് പരാതിയൊക്കെ പറയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൂച്ചകളുടെ എണ്ണം കൂടുമ്പം. അതുപോലെ പൂച്ചകളെ വളർത്തുന്ന ഓണേഴ്സിന്. അപ്പോൾ അതിനൊക്കെ പരിഹാരമാണ് വന്ധീകരണം. പക്ഷേ വന്ധീകരണം മിക്ക ആൾക്കാരും ചെയ്യാത്തതിന് ഒരു കാരണം ക്യാഷാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് സർജറി ഉള്ള കെയറൊക്കെയാണ്. പോസ്റ്റ് സർജറി ഒരുപാട് കെയറൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു പൂച്ചയെ ഞാൻ പണ്ട് വന്ധീകരണം ചെയ്തപ്പോൾ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം അത് സ്റ്റിച്ച് പൊട്ടിച്ചാലോട് പേടിച്ചിട്ട് 7 ദിവസം നോക്കേണ്ടി വരും. 7 മുതൽ 10 ദിവസം നോക്കേണ്ടി വരും. അത് എല്ലാവർക്കും നോക്കാൻ പറ്റില്ല. അപ്പം അതിനൊക്കെ പരിഹാരമാണ് സ്റ്റിച്ചില്ലാത്ത വന്ധീകരണം. നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. പൂച്ചയ്ക്ക് പോസ്റ്റ് സർജറി ആയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല. പിറ്റേ ദിവസം മുതൽ അതിനെ പുറത്തൊക്കെ വിടാൻ പറ്റും. സ്റ്റിച്ച് ഇടുന്ന വന്ധീകരണമാണ്. അതിനെ പുറത്തൊക്കെ വിടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. 2-3 ദിവസം ഒരു ദിവസം കെയർ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ അതിന് ചിലവ് ഇച്ചിരി കൂടുതലാണേ ഉള്ളൂ. അപ്പോൾ ഫീമെയിൽ ക്യാറ്റ്സ് ആണെങ്കിൽ 3500, മെയിൽ ക്യാറ്റ്സ് ആണെങ്കിൽ 2500 മുതൽ 3000 വരെ വരും. അപ്പോൾ നമ്മുടെ എറണാകുളത്താണ് സോണിക്ക മാം. എല്ലാവർക്കും അറിയാം സോണിക്ക മാം. തൃപ്പൂണിത്തുറയിൽ ഇങ്ങനെ സ്റ്റിച്ചില്ലാതെ വന്ധീകരണം ചെയ്യും. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ഡോക്ടർ അഭിലാഷും ചെയ്യും. പക്ഷേ എനിക്കും എൻ്റെ ഒരു പൂച്ച ഡോക്ടർ അഭിലാഷിൻ്റെ വരെ വന്ധീകരണം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടർ അഭിലാഷിൻ്റെ ക്ലിനിക്ക് ഒരുപാട് ദൂരെയാണ്. ഓട്ടോയിൽ പോകാൻ തന്നെ 500 രൂപ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഡോക്ടർ അഭിലാഷ് അല്ലാതെ വേറെ ഏതെങ്കിലും ഡോക്ടറുണ്ടോ ഇതുപോലെ സ്റ്റിച്ചില്ലാതെ വന്ധീകരണം ചെയ്യുന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടറുടെ പേരും ഫോൺ നമ്പറും ഇവിടെ എഴുതി കമൻറ്റ് ചെയ്ത് എന്നെ ഒരു സഹായിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വന്ധീകരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പൂച്ചകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ സ്റ്റിച്ചില്ലാത്ത വന്ധീകരണം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിച്ച കാര്യത്തിന് കമൻറ്റും ചെയ്ത് റിപ്ലൈ തരാം.